ഇത് കാണുന്ന അനുജനോട് മുട്ട പറയും, നിന്റെ ചേട്ടനെ മറന്നേക്ക്, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്കും കുഴപ്പമാണെന്ന്. ഇതും പറഞ്ഞവർ പോകാൻ നിൽക്കുക. പക്ഷെ അനുജന് മനസ്സിലായി ചേട്ടൻ അവരെന്തായാലും കൊല്ലാൻ പോവാ. ഇപ്പം അവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ്റെയും ചേട്ടൻ്റെയും ജീവന് പിന്നെ രക്ഷയില്ല. സോ അനുജൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകേണ്ട കാറ് റിവേഴ്സ് വേഗത്തിലെടുത്ത് വലിയൊരു ഇരുമ്പ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി ഇടിക്കും. അതോടെ മുട്ട പുറകിലേക്ക് തെറിച്ചു പോവുക. മുട്ടയുടെ തല ഏതോ മെറ്റലിലിടിച്ച് അയാൾ ആ സ്പോട്ടിൽ തന്നെ ബോധം കെട്ടുപോകും. ഈ നേരം ഹീറോ ബോണറ്റി ചവിട്ടി മറ്റേ ഗുണ്ടയെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് ഇവർ രണ്ടുപേരെയും, ഈ ഗുണ്ടകൾ രണ്ടുപേരെയും ഒരു കാറിന്റെ ഡിക്കിക്കകത്ത് പൂട്ടിയിട്ട് നമ്മുടെ പിള്ളേര് രക്ഷപ്പെട്ടു പോവാ, ചേട്ടനും അനിയനും. അപ്പൊ അനീച്ചാര് പറയുന്നുണ്ട്, എന്നെ കൊണ്ടുപോയി പോലീസിന് കൊടുക്കല്ലേ, ഞാൻ ഒരിക്കലും പോലീസിൽ കീഴ്പ്പെടില്ല, എന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടേക്ക്, ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പണവും കൊണ്ട് ജീവിച്ചോളാം. അതിന് ഹീറോ, നിനക്കെപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ ആലോചിക്കാൻ. ഞാൻ നിനക്ക് വേണ്ടിയാണ് 2 വർഷം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് പോലീസുകാർക്ക് വേണ്ടിയാണ് ഇത്രയും നാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. നീ എല്ലാ സത്യങ്ങളും പോലീസിനോട് പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ പിന്തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും ജയിലിലാവും. അതുകൊണ്ട് പോലീസിന് നീ മാപ്പ് സാക്ഷിയാവണം. അത് കേട്ട് അനിയൻ പറയും, അതുകൊണ്ടൊന്നുമല്ല നീ ഇത് ചെയ്യുന്നത്. നിനക്ക് ആ പെരട്ട പോലീസുകാരനോട് സ്നേഹമായിരുന്നു. അയാൾ മരിച്ചപ്പോൾ നീ കരയുന്നത് ഞാൻ കണ്ടതാ. എന്നെക്കാളെ മുഖ്യമാണോ നിനക്ക് അയാൾ? അപ്പൊ ഹീറോ കാർ നിർത്തി അനീച്ചാരുടെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് പറയും, ആ പോലീസുകാരൻ മരിച്ചു പോയത് നീ കാരണമാണ്. ഇനി അയാളെക്കുറിച്ച് ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. നിനക്ക് കൂട്ടുകൂടാൻ വേറെ ആരെയും കിട്ടിയില്ലടാ. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പിരുന്ന് പ്രസംഗിക്കുന്നു. ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ ഞാൻ കിടന്ന് പാടുപെടുക. ഇത് കേട്ട് അനിയച്ചാര് പറയും, നീ ആ പോലീസിന്റെ കാറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതെവിടെയാണെന്ന് എനിക്കറിയാം. കാരണം ഞാനാണ് അത് കൊണ്ടുപോയി ഒളിച്ചു വെച്ചത്. ആ കാർ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യം പോലീസുകാരോട് ഈ ഗുണ്ടകൾ പറഞ്ഞിട്ടില്ല. കാരണം ഗുണ്ടകൾ ആവശ്യം വരുമ്പോൾ ഈ പോലീസുകാരെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി അവർ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് അനിയച്ചാര് പറയും. അത് കേട്ട ഹീറോ, ഇപ്പൊ നമ്മൾ ആ കാർ കൊണ്ടുപോയി കൊടുത്താലും അരൻസ്കിയും മോസ്കോവും, ആ 2 റൗഡി പോലീസുകാരും നമ്മളെ കൊല്ലാനേ നോക്കുകയുള്ളൂ. അവരാ കാറ് പോലീസിന് സമർപ്പിക്കില്ല. വേറെന്തെങ്കിലും വഴിയുണ്ടാക്കണം. ഇത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ വില്ലൻ പോലീസുകാർ ഗ്യാരേജിലേക്ക് തിരിച്ചു വന്ന് നോക്കുകയാണ്. അപ്പോൾ ആ ഗുണ്ടകളെ ഹീറോ പൂട്ടി വെച്ചിരിക്കുന്നു. ഈ ഗുണ്ടകൾ ഇനിയും ജീവനോടെ വെച്ചാൽ പോലീസുകാർക്ക് വലിയ ഭീഷണിയാവുമെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സ്റ്റൈലൻ പോലീസ് ആദ്യം ആ മൊട്ട വല്യപ്പനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. ഇത് കണ്ട മറ്റേ റഷ്യൻ ഗുണ്ടു അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുക. എന്നാൽ ഈഗോ പോലീസ് വിടുന്നില്ല. പുറകെ ചെന്ന് അവനെ മണ്ടയ്ക്കടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഈഗോ പോലീസ് പറയുക, എന്നെ കൊല്ലണ്ട, എന്നെക്കൊണ്ട് നിനക്കൊരു ഉപകാരമുണ്ട്. കാരണം നിങ്ങൾ കൊന്ന ആ പോലീസുകാരൻ്റെ കാറ് ഞങ്ങൾ കത്തിച്ചിട്ടില്ല, അത് ഒളിച്ചു വെച്ചിരിക്കുക. ഞാനത് എവിടെയാണെന്ന് പറഞ്ഞു തരാം. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്. ഇത് കേട്ട പോലീസുകാരൻ, ഞാൻ നിന്നെ കൊല്ലുന്നില്ല, അതെവിടെയാണെന്ന് പറ എന്ന് ചോദിക്കുന്നുണ്ട്. കട്ട് ചെയ്താൽ പോലീസുകാരുടെ ഗ്യാരേജ്. അവിടെ ഹീറോയെ കൂടാതെ മറ്റൊരു മെക്കാനിക് ഉണ്ടായിരുന്നില്ലേ, അയാൾ വേടന്റെ കാറ് പരിശോധിച്ച് നമ്മുടെ സുന്ദരി ലേഡിയെ വിളിച്ചു പറയും, ഇത് വേടന്റെ കാറല്ല, ലിനോ പറഞ്ഞ സത്യമാണ്, ഇതേതോ ഓടാത്ത പഴയ കാറാണ്. അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ ലേഡി പോലീസുകാരി ചീഫ് പോലീസിനോട് ഓടിച്ചെന്ന് ഈ കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചീഫ് പോലീസുകാരിയാണെങ്കിൽ നിന്നെക്കുറിച്ച് അരൻസ്കിയും മോസ്കോവും എല്ലാം പറഞ്ഞു. നീയും ലിനോയും തമ്മിൽ ബന്ധമുണ്ടല്ലേ, അവനെ രക്ഷപ്പെടുത്താൻ നീയാണ് സഹായിച്ചത്. ലിനോ പിടിക്കപ്പെട്ട് ഈ സത്യം തുറന്നു പറഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചീഫ് പോലീസുകാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. വീണ്ടും കട്ട് ചെയ്ത് വില്ലൻ പോലീസുകാരിലേക്ക് വന്നാൽ നമ്മുടെ ഈഗോ പോലീസുകാരൻ ആ 2ാമത്തെ ആളെയും ഇടിച്ചിടിച്ച് കൊന്നുകളഞ്ഞു. എന്നാൽ കാർ എവിടെയാണ് മറച്ചു വെച്ചിരിക്കണെന്നുള്ള വിവരവും അവൻ മനസ്സിലാക്കി. പക്ഷേ ഈ കാറിന്റെ കാര്യം ഈഗോ പോലീസുകാരൻ സ്റ്റൈലനോട് പറയുന്നില്ല. ഒരുപക്ഷെ സ്റ്റൈലൻ സാക്ഷികൾ ആരും വേണ്ടാന്ന് പറഞ്ഞ് ഈഗോ പോലീസുകാരനെയും കൊന്നുകളഞ്ഞാലോ, ആ പേടി കൊണ്ടാണ് ഇവനിപ്പോൾ പറയാത്തത്. സ്റ്റൈലനാണെങ്കിൽ അടുത്തത് ചീഫ് ലേഡിയെ കൂടി കൊല്ലാനുള്ള പ്ലാനാണ്. ഹീറോ, ചീഫ് ലേഡി, അവർ 2 പേരെയും കൂടി തീർത്താൽ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനായിരിക്കും അടുത്ത ചീഫായിട്ട് വരാം, പിന്നെ എല്ലാം ഓക്കെ ആകുമെന്ന് ഈ സ്റ്റൈലൻ പോലീസുകാരൻ പറയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ നമ്മുടെ ജൂലിയനെ വിളിക്കുന്നുണ്ട്, സുന്ദരി പെണ്ണിനെ. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് നിനക്കും അറിയാം, നിനക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരൂ. നമ്മൾ ആദ്യമായി എവിടെ വെച്ചാണോ കണ്ടുമുട്ടിയത് ആ സ്ഥലത്തേക്ക് നീ വരണം. ബാക്കിയെല്ലാം അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യും. ജൂലി ഉടനെ ഹീറോയെ കാണാൻ പുറപ്പെടുന്നുണ്ട്. എന്നാൽ കയ്യിലൊരു തോക്കും കത്തിയുമായിട്ടാണ് അവൾ പുറപ്പെടുന്നത്. ഹീറോയെ ഇനിയും അത്ര വിശ്വാസമായിട്ടില്ലെന്നാണ് സാരം. എന്തായാലും ഇവളൊരു മാർക്കറ്റിലേക്ക് ചെല്ലുന്നുണ്ട്. വേറെ 2 പോലീസുകാർ ഇവളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും. ഇവളെങ്ങാനും ലിനോയെ മീറ്റ് ചെയ്യുന്നുണ്ടോയെന്നറിയാൻ വേണ്ടി. ആ സമയത്ത് ഹീറോ അനിയനെ വിട്ട് നമ്മുടെ ജൂലിയയ്ക്ക് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഇടുങ്ങിയ സ്പേസ്. അവിടെ വെച്ചാണ് ഹീറോ ജൂലിയെ കണ്ടുമുട്ടുക. അവനൊന്നും പറയില്ല. അനുജനോട് എല്ലാ കാര്യങ്ങളും വിശദമായി ഹീറോയിൻ്റെ അടുത്ത് പറയാൻ പറയും. അനുജൻ ചെന്ന് കാര്യങ്ങൾ പറയുന്നു. എൻ്റെ പേര് ക്വന്റിൻ എന്നാണ്. ഞാനൊരു അനാഥാലയത്തിലാണ് വളർന്നത്. അവിടെ എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ലിനോ എന്നെ അനുജനായി കൂടെ കൂട്ടിയത്. അന്നു മുതൽ അങ്ങേരാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. 2 വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു ജങ്ക് യാർഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരോട് കുറച്ച് പണം ഞാൻ കടം വാങ്ങിയിരുന്നു. അതെനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ പണം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ ജ്വല്ലറി കൊള്ള നടത്താൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അങ്ങേര് പിടിക്കപ്പെട്ടത്. അങ്ങേര് പിടിക്കപ്പെട്ടപ്പോൾ എനിക്ക് വീണ്ടും പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെയായി. സോ ആ ജങ്ക് യാർഡ് ആൾക്കാർക്ക് വേണ്ടി വേഗത്തിൽ പോകുന്ന കാറുകൾ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആരംഭിച്ചു. ആ വിദ്യ ചേട്ടൻ്റെ അടുത്തുനിന്നാണ്
ഞാൻ പഠിച്ചത്. ഒരു ദിവസം ചേട്ടൻ മറ്റൊരു പോലീസുകാരനുമായിട്ട് എൻ്റെ ഗ്യാരേജിലേക്ക് വന്നിരുന്നു. എന്നെ മാപ്പുസാക്ഷിയായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അപ്പോഴാണ് മറ്റ് 2 പോലീസുകാർ അങ്ങോട്ട് വന്നത്, അരൻസ്കിയും മോസ്കോയും. അവരതിനു മുൻപും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ജങ്ക്യാർഡിലേക്ക് വരുമായിരുന്നു, ഞങ്ങളുടെ മുതലാളിയുമായിട്ട് സംസാരിക്കുമായിരുന്നു. ആ ദിവസം ഈ പോലീസുകാർ വേടം പോലീസിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എല്ലാം ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ മാപ്പ് സാക്ഷിയാണ് ഞാൻ. ഇത് അനുജൻ പറഞ്ഞു കഴിയുമ്പോൾ ഹീറോ എഴുന്നേറ്റ് വന്ന്, നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ 2 പേരെയും ഇപ്പം അറസ്റ്റ് ചെയ്യാം, നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ കൊണ്ടുപോകുന്ന വഴിക്ക് വെച്ച് തന്നെ അരൻസ്കി ഞങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് കൊന്നുകളയും. അതല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ വെറുതെ വിടാം. ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുക. സോളിഡ് എവിഡൻസുമായിട്ട് ഞാൻ തിരിച്ചു വരാം. എന്താ ചെയ്യേണ്ടതെന്ന് നീ തന്നെ പറയും. ഇവരെ സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരിക്കെ ചീഫ് ലേഡി പോലീസില്ലേ, അവർ ജങ്ക്യാർഡിലെ മരണവിവരം അറിഞ്ഞിട്ട് ഈ ഗുണ്ടകളെ 2 ബോഡിയും പരിശോധിക്കാൻ വേണ്ടി വരികയാണ്. കൂടെ തന്നെ സ്റ്റൈലം പോലീസും ഉണ്ട്. സ്റ്റൈലം പോലീസ് പറയും ഹീറോയാണ് ഈ 2 പേരെയും കൊന്നത്. ഹീറോ ഇവരുടെ പഴയ കൂട്ടുകാരനായിരുന്നു. ഇവരെല്ലാം ഒരുമിച്ചിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ കേസും ഹീറോയുടെ തലയിൽ അവർ കെട്ടിവെക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ജൂലിയ ഹീറോയോടും അനുജനോടും രക്ഷപ്പെട്ടു പോയി ആ കാറുമായി അവളടുത്തേക്ക് തിരിച്ചു വരാൻ പറയും. ഇവളെ കാറാണ് ഹീറോയിൻ കൊടുത്തുവിടുന്നത്. ആ സമയത്ത് ഹീറോയിനെ ഫോളോ ചെയ്തു വന്ന വേറെ 2 പോലീസുകാരല്ലേ, അവർ ഹീറോയിനെ കാണുന്നുണ്ട്. ലിനോ രക്ഷപ്പെട്ടു പോകുന്നതും കാണുന്നുണ്ട്. ലിനോയെ അവർ ഫോളോ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഈ പോലീസുകാരുടെ കാറ് ഹീറോയിൻ പഞ്ചറാക്കി കൊടുക്കും. എന്നിട്ട് അവരോട് കീഴടങ്ങാണ്. സോ പോലീസുകാർ ഹീറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു അവരെ സ്റ്റേഷനിലേക്ക്. ആ വിവരം എത്രയും പെട്ടെന്ന് നമ്മുടെ സ്റ്റൈലം പോലീസിന് കിട്ടുന്നുണ്ട്. സ്റ്റൈലം പോലീസ് അത് ചീഫിന്റെ അടുത്ത് പറയും. ജൂലിയ ഹീറോയെ രക്ഷപ്പെടുത്തി അത് നേരിട്ട് കണ്ട 2 പോലീസുകാരുണ്ട്. അവർ ഹീറോയിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ വെച്ചിരിക്കുകയാണെന്ന്. കട്ട് ചെയ്താൽ ഹീറോയും അനുജനും കൂടെ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന കാർ എടുക്കാൻ വരുന്നു. അതൊരു ഫാം ഹൗസ് ആണ്. അവിടെ ആരുമില്ല, പേടിക്കണ്ട, ഞാനാണ് ഒളിച്ചു വെച്ചത്, വായോ അകത്ത് പോകാമെന്നും പറഞ്ഞ് അനുജൻ വിളിച്ചോണ്ട് പോവാ. ആദ്യം അവൻ ചേട്ടൻ ഒരു ഗോഡൌൺ കാണിച്ചു കൊടുത്തിട്ട് ചേട്ടൻ ഗോഡൌൺ പരിശോധിക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന ഡ്രഗ്സും പണവും എടുക്കും. ഇതറിഞ്ഞ ഹീറോ, നീ ഇതെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ വിളിച്ചോണ്ട് വന്ന്, നിനക്ക് ഇത്രയും നടന്നിട്ട് സമാധാനമായില്ല? പോലീസുകാരെങ്ങാൻ ഇത് കണ്ടാൽ നമ്മുടെ പേരിൽ അടുത്ത കേസ് വരും. എനിക്ക് വേണ്ടത് കാറാണ്, നിനക്ക് മനസ്സിലാവുന്നില്ലേ? അത് കേട്ട് അനിയൻ പറയും, ആർക്ക് വേണം കാറ്? നമുക്ക് പോലീസുകാരെയും പറ്റിച്ച് ഈ പണം എടുത്ത് ഈ നാട്ടിൽ തന്നെ മുങ്ങാം. നീ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്ത? ചേട്ടനാണെങ്കിൽ നീ എൻ്റെ അടി മേടിക്കും, ആ കാശ് അവിടെ തന്നെ തിരിച്ചു വെക്കടാന്നും പറഞ്ഞ് അനുജനെ നിർബന്ധിച്ച് പുറകെ പോവാ. അനിയനാണെങ്കിൽ അത് കേൾക്കാതെ എനിക്ക് ഈ പണം തന്നെ വേണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് നടക്കും. പുറത്തുപോയ അനുജനെ ആരോ വെടിവെച്ചിടുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ഞെട്ടിത്തരിച്ച് ആ കൊലയാളിയുടെ വെടി ഏൽക്കാതിരിക്കാൻ അതേ വീടിന്റെ അകത്ത് ചെന്ന് ഒളിച്ചിരിക്കുക. അപ്പോഴായിരിക്കും ആ ഈഗോ പോലീസ് അങ്ങോട്ട് വരുന്നത്. അവനാണ് അനുജനെ വെടിവെച്ചത്. അവന്റെ കയ്യിൽ ഷോട്ട് ഗണ്ണുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഒരു ഗണ്ണ് കിട്ടും, പക്ഷെ അതിലുണ്ടയില്ല. അനുജൻ അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുക. ഈഗോ പോലീസ് ഹീറോയെ വിളിക്കും, നിന്റെ അനുജൻ പെടഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനെ ഒന്ന് രക്ഷപ്പെടുത്ത്, പുറത്തേക്ക് ഇറങ്ങി വാ, എന്നോട് മൽപ്പിടുത്തം പിടിക്കണ്ട, നിനക്ക് രക്ഷയില്ല, പുറത്തേക്ക് ഇറങ്ങി വാ. ഹീറോ പുറത്തു പോവില്ല. ഈ പോലീസുകാരനാണെങ്കിൽ വെടിവെച്ച് അകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അത് ഷോട്ട് ഗൺ ആയതുകൊണ്ട് ഓരോ തവണയും റീലോഡ് ചെയ്യണം. ഇയാൾ ആ റീലോഡ് ചെയ്യാൻ എടുക്കുന്ന സമയം നോക്കി ഹീറോ പോലീസുകാരനെ അറ്റാക്ക് ചെയ്യും. പൊരിഞ്ഞടിയ നടക്കുന്ന 2 പേരും തമ്മിൽ. ആ നേരം നമ്മുടെ അനുജൻ ഉള്ള ജീവനും കൊണ്ട് എങ്ങോട്ടോ എഴഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴായിരിക്കും ഇവിടെ ഹീറോയുടെ അടിയേറ്റ് പോലീസുകാരൻ മണ്ടയും പൊളിഞ്ഞ് നിലത്ത് കിടക്കുന്നു. അവന് നേരെ തോക്ക് ചൂണ്ടി ഹീറോ വെടിപൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. പോലീസുകാരൻ ചത്തോന്നറിയാൻ പാടില്ല. അത് കഴിഞ്ഞ് ഹീറോ പുറത്തേക്ക് അനുജനെ അന്വേഷിച്ചു വരുന്നു. അനുജൻ ഒരു ട്രാക്ടറെ ചാരി മരിച്ചെടുക്കുന്നതാണ് ഹീറോ കാണുക. ആകെയുള്ളത് ഈ അനിയൻ മാത്രമായിരുന്നു. അനിയന്റെ ബോഡി കണ്ട് ഹീറോ പൊട്ടിക്കരയാൻ തുടങ്ങും. ആ സമയത്ത് ഇവിടെ സ്റ്റേഷനിൽ ഹീറോ എവിടെയാണെന്ന് ചോദിച്ച് സ്റ്റൈലൻ ജൂലിയയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ജൂലിയ ഒരു അക്ഷരം മിണ്ടില്ല. സ്റ്റൈലൻ ജൂലിയയുടെ ഫോണും എടുത്ത് വേറെ മുറിയിലേക്ക് മാറിപ്പോകും. വീണ്ടും കട്ട് ചെയ്ത് ഹീറോയുടെ അടുത്തേക്ക് വന്നാൽ അനുജന്റെ തുറന്നിരിക്കുന്ന കണ്ണുകൾ അടച്ചു കൊടുത്തിട്ട് ഇനി അവന്റെ ബോഡി എന്താ ചെയ്യണ്ടേ? കാർ എവിടെയാണെന്ന് അറിയാതെ കുഴഞ്ഞിരിക്കുന്ന ഹീറോ ഈ അനുജൻ ഒരു റോപ്പി പിടിച്ചിട്ടാണ് അവിടെ ഇരുന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കും. ആ റോപ്പിന്റെ അറ്റം വൈക്കോലിൽ മൂടിക്കിടക്കുന്ന കാറിനെയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സോ ആ വൈക്കോലിനകത്താണ് ഈ കാറുള്ളത്. ഹീറോ ട്രാക്ടർ കൊണ്ട് ആ കാറിനെ വലിച്ച് പുറത്തേക്കെടുക്കും. അതിനകത്ത് ആ മീറ്റർ പൊട്ടിയ പാടും പോലീസുകാരൻ്റെ ഉണ്ടയുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. സോ ഇതേ കാർ ഓടിച്ച് കൊണ്ടുപോയി പോലീസിന് കൊടുക്കാനാണ് ഹീറോ പ്ലാൻ ചെയ്യുന്നത്. അനുജന്റെ ബോഡി എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം അനുജന് ഒരു പുതപ്പിട്ട് മൂടി കൊടുത്തിട്ട് എവിഡൻസിന് വേണ്ടി അവിടെ തന്നെ കിടത്തി. അതിനോടൊപ്പം ഈഗോ പോലീസുകാരനെയും മുറിക്കകത്ത് ഹീറോ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ബുദ്ധിപൂർവ്വം ഹീറോ ആ പോലീസുകാരനെ കൊന്നില്ല. തെളിവിന് വേണ്ടി അയാൾ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഹീറോ ജൂലിയെ വിളിക്കും. പക്ഷെ ഫോൺ എടുക്കുന്ന ആവട്ടെ നമ്മുടെ സ്റ്റൈലം പോലീസും. സ്റ്റൈലം പറയും, നീ ജൂലിയനെയാണോ വിളിച്ചത്? അവളിപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയില്ല. നീ പറയുന്നതോ അവള് പറയുന്നതോ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നീ തനിച്ചാണ് ലിനോ. ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. എൻ്റെ അടുത്ത് വന്ന് മാപ്പ് സാക്ഷിയാവ്. നിന്നെ ഞാൻ വെറുതെ വിടാം.
ഇത് കേട്ട ഹീറോ പറയും, നിന്റെ ഒരു കൂട്ടുകാരനല്ലേ അവനിവിടെ വന്നിരുന്നു, അവന്റെ അവസാനം അത്ര നല്ലതായിരുന്നില്ല, ഇപ്പൊ നീയും തനിച്ചാണ്, ഞാൻ നിന്നെ തേടി വരുന്നുണ്ട്. അത് കേട്ട സ്റ്റെയ്ലൻ പറയും, ഞാൻ തനിച്ചാണെന്ന് നീ കരുതുന്നുണ്ടോ? എനിക്കിവിടെ പുതിയ ടീം ഒരുങ്ങിക്കഴിഞ്ഞു, അതിന്റെ ക്യാപ്റ്റൻ ഇപ്പൊ ഞാനാണ്, ഞാൻ അവരെയെല്ലാം കൂട്ടി എത്രയും പെട്ടെന്ന് നിന്നെ പിടിച്ചിരിക്കും. അത് കേട്ട ഹീറോ, വേടൻ മരിച്ചു പോയപ്പോ ഒരു സമ്മാനം കൂടി ബാക്കി വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, നിനക്കതിനെക്കുറിച്ച് അറിയില്ല അല്ലേ? ആ ഗുണ്ടന്മാരും നിന്റെ കൂട്ടുകാരനും അതിനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല, കാരണം അവർക്ക് പേടിയായിരുന്നു നീ അവരെയും കൊല്ലുമോ എന്നുള്ള പേടി. അതുകൊണ്ട് അവരും ആ സമ്മാനം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നിന്റെ കാറും നീ വേടനെ കൊന്ന ബുള്ളറ്റും. ഇത് കേട്ട സ്റ്റെയ്ലൻ വിശ്വസിക്കില്ല. നീ എന്താടാ മരണഭയം കൊണ്ട് മണ്ടത്തരം വിളിച്ച് പറയുകയാണോ? ഞങ്ങളത് എപ്പോഴേ കത്തിച്ചു കളഞ്ഞു. അതിന് ഹീറോ, അങ്ങനെയാണ് നീ ധരിച്ചിരിക്കുന്നതല്ലേ, അപ്പൊ ഞാനാണോടാ മണ്ടൻ, ഇപ്പൊ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വേടന്റെ കാറിലുള്ള ഹോൺ ഹീറോ ഫോണിൽ കൂടെ സ്റ്റെയ്ലനെ അടിച്ച് കേൾപ്പിക്കുകയാണ്. അതൊരു പ്രത്യേക ഹോണാ, അത് വേടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കേട്ട ഉടനെ പോലീസുകാരൻ പതറാൻ തുടങ്ങും. ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, നമുക്ക് സംസാരിക്കാം, 2 പേർക്കും കൂടിയുള്ള പരിഹാരം ഉണ്ടാക്കാം, ദയവേത് ഞാൻ പറയുന്നത് കേൾക്ക്. അതിന് ഹീറോ, നീ കഷ്ടപ്പെട്ട് എണ്ണ ചെലവാക്കി എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ തന്നെ ഈ കാറ് നിങ്ങളെ സ്റ്റേഷനിലേക്ക് എത്തിച്ചോളാം. സ്റ്റെയ്ലൻ പറയും, നിന്നെക്കൊണ്ട് ഒരിക്കലും ആ കാറുമായി ഈ ടൗണിലേക്ക് കടക്കാൻ പറ്റില്ല, അതിനു മുന്നേ നിന്നെയും നിന്റെ കാറിനെയും ഞാൻ ഒരുമിച്ച് ചുട്ടുകളയും, അറക്കും ഞാൻ. നീ ആരോടാ കളിക്കുന്നു, റോട്ടിൽ കൂടെ ഇറങ്ങോടാ നീ, അറക്കും ഞാൻ, യു ലിറ്റിൽ ഷിറ്റ്. ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടോ, ആ കാറും കളഞ്ഞിട്ട്, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. അത് കേട്ട ഹീറോ, എനിക്ക് അവസാനമായി കിട്ടിയ ഒരു സുഹൃത്തിനെയാണ് നീ കൊന്നുകളഞ്ഞത്, എനിക്കുണ്ടടാ ആത്മാഭിമാനം നിന്നെക്കാളേറെ, അതിന് ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കില്ല, ഞാൻ വരുന്നുണ്ട് നിന്നെ കണ്ടുമുട്ടാൻ, കാത്തിരിക്കുന്നും പറഞ്ഞ് ഹീറോ കോൾ കട്ടേ. ഉടനെ സ്റ്റെയ്ലൻ പോലീസ്, ലിനോ നമ്മുടെ ടൗണിലേക്ക് കടക്കുന്നു എന്നുള്ള പ്രത്യേക അനോണിമസ് വിവരം ലഭിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാ പോലീസുകാരും ഹൈവേ ബ്ലോക്ക് ചെയ്ത് നിൽക്കണം, നമുക്കവനെ അകത്തേക്ക് കടക്കാൻ വിടാൻ പാടില്ല. ഇതും പറഞ്ഞ് പോലീസുകാരെയെല്ലാം ഒത്തുകൂടിക്കുക. ആ നേരത്ത് നമ്മുടെ എഞ്ചിനീയറിംഗ് ജീനിയസ് പുതിയ പണികൾ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇവിടെ ചീഫാണെങ്കിൽ ജൂലിയയോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറയുന്നു. ജൂലിയ പറയുന്നുണ്ട്, ലിനോ പാവാണ്, അവൻ ഫ്രെയിം ചെയ്യപ്പെട്ടതാണ്, അവൻ എവിഡൻസുമായി കടന്നു വരും, നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്ന്. എന്നാൽ ചീഫ് വിശ്വസിക്കുന്നില്ല. ആ നേരത്ത് ലിനോ ഈ കാറിൽ പ്രത്യേകതരം ഒരു ഷീൽഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാനും വിചാരിച്ചു ചുമ്മാ ഒരു പ്ലേറ്റ് ആയിരിക്കുമെന്ന്, പക്ഷെ അതിലാണ് സംഗതി ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ പോലീസുകാരെല്ലാം ഹൈവേയിൽ അണിനിരന്ന് നിൽക്കുന്നുണ്ട്. സ്റ്റെയ്ലൻ പോലീസാണ് ലീഡ് ചെയ്യുന്നത്. അവനാണെങ്കിൽ കയ്യിലൊരു ബോംബും കൊണ്ടാണ് നടക്കുന്നത്. അത് മറ്റു പോലീസുകാർക്ക് അറിയില്ല. ഈ കാറ് വന്നാൽ അതിനെ പൂർണ്ണമായി പൊട്ടിക്കാനാണ് അവന്റെ പ്ലാൻ. ഈ നേരത്ത് ഹീറോ കാറ് പുറത്തേക്കെടുത്ത് ഗ്യാസ് സ്റ്റേഷനിൽ കയറ്റി ടാങ്ക് ഫില്ല് ചെയ്യാണ്. ഈ കാറിന്റെ രൂപവും ഹീറോയുടെ രൂപവും കണ്ട് അവിടെ വന്ന മറ്റൊരു ഫാമിലി പേടിച്ചരണ്ട് നിൽക്കുക. അത് കണ്ട് ഹീറോ പറയും, ഇതൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്, പേടിക്കണ്ടെന്ന്. അവർ മിണ്ടാതെ പോകുന്നു. എന്നാൽ ഈ ഗ്യാസ് സ്റ്റേഷനിലെ മുതലാളി, അയാൾ ഓൾറെഡി ഹീറോയെ കണ്ടതാ. നേരത്തെ പോലീസിന് ഹീറോയെ പിടിച്ചുകൊടുത്ത പുള്ളിയായിരുന്നു. സോ പുള്ളി വീണ്ടും ഹീറോയെ കാണുമ്പോൾ പോലീസുകാരെ വിളിച്ച് അവൻ വന്നിട്ടുണ്ടോ എന്നുള്ള വിവരം പറയും. സോ പോലീസുകാർക്ക് മനസ്സിലായി ഹീറോ ഗ്യാസ് സ്റ്റേഷൻ വഴിയാണ് വരുന്നതെന്നുള്ളത്. നമ്മുടെ സ്റ്റെയ്ലൻ പോലീസ് ഹീറോയുടെ പുറകെ തന്നെ വേറൊരു പോലീസുകാരെ ഫോളോ ചെയ്ത് വരാൻ പറയും, ഏത് വഴിയിലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ കാറുമായി അതിവേഗത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഹീറോ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഷീൽഡ് കാറുമായിട്ട് വേറെ 2 പോലീസുകാർ ഹീറോയെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അവരുടെ കാറ് അതിവേഗതയുള്ള കാറുകളാണ്. അതിനോട് ഹീറോയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. വലിയൊരു കണ്ടെയ്നർ പോകുന്നുണ്ട്. ഹീറോ ആ കണ്ടെയ്നറിനെ ഓവർടേക്ക് ചെയ്ത് പോകും. സോ ഈ പോലീസുകാർക്കും കണ്ടെയ്നറെ ഓവർടേക്ക് ചെയ്ത് ഹീറോയെ പിടിക്കണം. പോലീസുകാരങ്ങനെ കണ്ടെയ്നറെ ഓവർടേക്ക് ചെയ്ത് വരുമ്പോൾ ഹീറോയെ കാണുന്നില്ല. ഹീറോയുടെ വണ്ടി എവിടെ പോയി എന്നറിയില്ല. നോക്കും പണ്ട് വലിയ 2 ഹുക്കും വെച്ച് ഹീറോയുടെ കാർ ആ കണ്ടെയ്നറിന് മുന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. കറക്റ്റ് പോലീസ് കാർ ഫ്രണ്ടിലേക്ക് പോയ ഉടനെ ഹീറോ പുറകെ ചീറി പാഞ്ഞു പോവാ. ഈ ഹുക്ക് കണ്ട ഉടനെ പോലീസുകാർ പേടിക്കും. ആ ഹുക്കിൽ പെടരുത്, അവൻ നമ്മളെ തീർത്ത് കളയും, വണ്ടി തെറ്റിച്ചോടിക്കുന്നവർ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയും അവന്റെ ഈ പുതിയ കാറിനകത്ത് സ്പെഷ്യൽ എഞ്ചിൻ ബൂസ്റ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതവൻ ഓണാക്കി വേഗത്തിൽ പോകുന്ന കാറിന് പുറകെ കൊണ്ടുപോയി ഒരൊറ്റയിടി. അതോടെ ആ പുതുതായി ഘടിപ്പിച്ച പ്രത്യേക ഹുക്ക് പോലീസ് കാറിന്റെ പുറകിലായിട്ട് ലോക്കായി. എന്നിട്ട് ബ്രേക്കിലേക്ക് ഒരു ആഞ്ഞ് ചവിട്ടുണ്ട്. പുറകിലെ ടയറും ഡിക്കിയെല്ലാം പൊട്ടിച്ചെതറി പോലീസുകാരന്മാരുടെ കാറ് പിൻവശം മുഴുവൻ നുറുങ്ങിപ്പോയി. ഇനി അവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല, വണ്ടി കൺട്രോൾ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പണ്ട് ഹീറോ വീണ്ടും അവന്റെ ഹുക്ക് കൊണ്ട് ഈ പോലീസുകാരുടെ കാറിന് പുറകെ കൊണ്ടുപോയി ഇടിക്കുന്നു. വീണ്ടും വീണ്ടും ഇടിച്ചാൽ ഈ പോലീസുകാർ മരിച്ചു പോകില്ലേ? അതൊരു കൊലപാതകമായിട്ട് മാറില്ലേ? ഇവനെന്താ ഇങ്ങനെ ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുക. ഐ എം എ ലിറ്റിൽ സ്റ്റുപ്പിഡ് ബോയ്, ഹൗ ഡു ഐ നോ? എനിക്കറിയില്ലല്ലോ. അപ്പോഴാണ് ട്വിസ്റ്റ്. ഹീറോ അവരെ ലോക്ക് ചെയ്തത് കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അവരെ ഇരയായി നിർത്തി ഈ പോലീസുകാരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം പോലീസുകാർ കുറെ വണ്ടിയും വാഹനങ്ങളായി ഹീറോയെ പിടിക്കാൻ വേണ്ടി ഹൈവേയിൽ ചെക്കായിട്ട് നിൽക്കുക. അവരെ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഹീറോ പോലീസുകാരുടെ കാറ് ഫ്രണ്ടിൽ ലോക്കായിട്ട് വെച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ആ ലോക്കായ പോലീസുകാർ ഹീറോയെ വിളിച്ച് പറയുന്നുണ്ട്, വെടിവെക്കല്ലേ വെടിവെക്കല്ലേ, അവൻ ഞങ്ങളെ പിടിച്ചു വെച്ചിരിക്കുക,
നിങ്ങൾ വെടിവെച്ചാൽ ഞങ്ങളും ചാകുമെന്ന്. ഹീറോയുടെ കാർ അങ്ങനെ പോലീസുകാരെയും ലോക്ക് ചെയ്ത് കൊണ്ടുവരുന്നത് ഈ ബാക്കിയുള്ള പോലീസുകാർ കാണുന്നുണ്ട്. അവർ കാർ മാറ്റിക്കൊടുക്കുകയും വേണം, ഹീറോയെ ഷൂട്ട് ചെയ്യാനും പാടില്ല. അതിലവർ കൺഫ്യൂസ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ അവസാനം പിടിക്കപ്പെടാൻ പോകുന്നവർ പരിഭ്രാന്തനായിട്ട് പെരുമാറില്ലേ, അതുപോലെ നമ്മുടെ സ്റ്റൈലൻ ഒരുത്തനെയും വെറുതെ വിടരുത്, അവൻ നമ്മളെ പറ്റിക്കാൻ നോക്കുക, ഷൂട്ട് ചെയ്യ്, ഇതെന്റെ ഓർഡറാണ്, ഞാനാണ് ചീഫ്, ഷൂട്ട് ചെയ്യെന്ന് പറയുന്നുണ്ട്. അത് കേട്ട പോലീസുകാരും ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. ഭാഗ്യത്തിന് ഷീൽഡ് ഉള്ളതുകൊണ്ട് കാറിനകത്തുണ്ടായിരുന്ന പോലീസുകാർക്ക് വെടിയേൽക്കുന്നില്ല. അവരാണെങ്കിൽ തുരുതുര ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവർ ചെക്കായിട്ട് നിർത്തിയിരിക്കുന്ന കാറ് മാറ്റി കൊടുത്തിട്ടുമില്ല. ഹീറോയാണെങ്കിൽ ഇവരുടെ ഭീഷണിക്കൊന്നും വഴങ്ങുന്നില്ല. ആ പോലീസുകാരുടെ കാറും കൊണ്ട് ഇവർ ചെക്കായിട്ട് വെച്ച 2-3 കാറുകളൊക്കെ ഹീറോ ഇടിച്ച് തെറിപ്പിച്ച് ആ പോലീസുകാരുടെ കാറ് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ഹീറോ സ്വന്തം കാറെടുത്ത് ഒറ്റ പോക്ക്. ഭാഗ്യത്തിന് ആ 2 പോലീസുകാരും ഡെഡിയില്ല ഇത്രയും നേരമായിട്ട്. അപ്പോഴായിരിക്കും സ്റ്റൈലം വില്ലൻ ഈ പോലീസുകാരോടൊന്നും മിണ്ടാതെ അവന്റെ ബെഡിയ കാറും എടുത്ത് ഹീറോയെ ഫോളോ ചെയ്തു പോകുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ള പോലീസുകാർക്ക് കാര്യം പിടികിട്ടി. അവർക്ക് മനസ്സിലായി ഹീറോ കൊണ്ടുപോകുന്നത് വേടന്റെ കാറാന്നുള്ളത്. അവരുടനെ ആ വിവരം നമ്മുടെ ചീഫിനെ വിളിച്ചു പറയുന്നു. സോ ചീഫിന് മനസ്സിലായി കുറ്റവാളികൾ അരൻസ്കിയും മോസ്കോ ആണെന്ന്. ഹീറോയിൻ പറഞ്ഞ് സത്യമാണെന്ന് ചീഫിന് മനസ്സിലായി. ഉടനെ ചീഫ് വന്നിട്ട് ഹീറോയിൻ റിലീസാവാനുള്ള ഹാൻഡ് കഫിന്റെ കീയും കൊടുത്ത് ബാക്കിയുള്ള പോലീസുകാരോട് എത്രയും പെട്ടെന്ന് അരൻസ്കിയെ പിടിക്കാൻ പറയും. അവൻ രക്ഷപ്പെട്ടു പോകരുത്, ഞാൻ പുറകെ തന്നെ വരുന്നുണ്ടെന്നും പറഞ്ഞ് ചീഫ് ഇറങ്ങുക. ആ നേരം ജൂലിയ ചീഫിനോടൊന്നും പറയാതെ അവൾ മറ്റൊരു കാറും എടുത്ത് ഹീറോയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ വരുന്ന വഴിയിലേക്ക് വരുന്നുണ്ട്. ഈ സ്റ്റൈലം പോലീസ് ആണെങ്കിൽ ഹീറോനെയും ആ കാറിനെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടി പുറകെ പാഞ്ഞെടുക്കുക. പോലീസിന്റെ കാർ ഇത്തിരി വലുതായതുകൊണ്ട് അവന് വേഗത്തിൽ പോകാനും ഹീറോയെ ഇടിച്ചിടാനും പറ്റും. അവൻ പരമാവധി ഹീറോയുടെ കാർ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും രക്ഷയ്ക്കായിട്ട് ജൂലിയ അവളുടെ വലിയ വണ്ടിയുമായിട്ട് വരുന്നത്. ഇപ്പൊ ജൂലിയയുടെയും അരൻസ്കിയുടെയും 2 കാറുകളുടെയും നടുവിലായി ഹീറോയെ തള്ളിയിടാൻ വില്ലനെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴായിരിക്കും ജൂലിയ സിഗ്നൽ കൊടുക്കുന്നത്. അതനുസരിച്ച് ഹീറോ തന്റെ കാറിലെ ബ്രേക്ക് ആഞ്ഞു ചവിട്ടും. ഇവന്റെ വണ്ടി നിന്നുടനെ ജൂലിയ വില്ലൻ പോലീസിന്റെ കാറിലേക്ക് ആഞ്ഞിടിക്കുകയാണ്. ആ കാറ് സൈഡിൽ ചെന്ന് കുത്തി തലക്കം മലക്കം മറിഞ്ഞ് പൊട്ടിത്താള് പീസായിട്ട് ഒരു മൂലയ്ക്ക് കിടക്കുക. പോലീസുകാരന്റെ വണ്ടിക്ക് ഇടിച്ചതുകൊണ്ട് ഹീറോയിന്റെ വണ്ടിയും ആക്സിഡന്റ് ആവുന്നുണ്ട്. അതിൽ അവൾക്ക് ബോധക്ഷയം സംഭവിച്ച് അവളൊരു മൂലയ്ക്ക് സൈഡാവുമായിരിക്കും. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹീറോ പോകുന്ന സമയം ഈ വില്ലൻ എഴുന്നേറ്റ് വന്ന് അവന്റെ കയ്യിലെ ബോംബ് നേരെ വേടൻ പോലീസിന്റെ കാറിലേക്ക് എറിയാണ്. ഹീറോ വിടുന്നില്ല. തന്റെ കാമുകി ഉപദ്രവിച്ചുകൊണ്ട് ഈ പോലീസുകാരനെ പിടിച്ച് അവന്റെ മോന്തെ കുത്തി ചപ്പിളിയാക്കുന്നുണ്ട്. ആ നേരത്തായിരിക്കും വേടന്റെ കാറിൽ ബോംബ് പൊട്ടി അതിന്റെ ഡിക്കി മൊത്തം കത്താൻ തുടങ്ങിയിരിക്കുന്നു. അത് മുഴുവൻ കത്തി നശിച്ചാൽ പിന്നെ എവിഡൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പം ആരും എടുക്കാൻ മടിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സംഭവം, അസാമാന്യ സംഭവം ഹീറോ ചെയ്യാൻ പോവാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന കാറ് അതും ഓടിച്ച്, ബാക്കി എഞ്ചിനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അതും ഓടിച്ച് ഹീറോ നേരെ ഇവരെ സ്റ്റേഷനിലേക്ക് പാഞ്ഞു പോകുമായിരിക്കും. വണ്ടി ഓടെ ഈ തീ വീണ്ടും ആളി കത്തുന്നുണ്ട്. ആ സീൻ കണ്ടാൽ അറിയാം CG ഒന്നുമല്ല, റിയൽ ആയിട്ട് കത്തുന്ന കാറാണ് പുള്ളി ഓടിക്കുന്നത്. ഈ ഗ്യാപ്പിന് വില്ലൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇനി അവന് രക്ഷയില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നാട് വിടാനാണ് അവന്റെ തീരുമാനം. ഇവിടെ എന്ത് ആക്ഷൻ എടുക്കണ്ടേന്നറിയാതെ ചീഫ് ഗ്യാരേജിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ ഒരു കത്തിയ തീഗോളം ആ ഗ്യാരേജിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട്. മെക്കാനിക്കും ചീഫും ഒക്കെ പേടിച്ചരണ്ട് നിൽക്കുക. ഈ കാർ നേരെ ചെന്ന് ഭിത്തിയിൽ ഇടിച്ചു നിൽക്കും. ഇവരുടനെ തീയണപ്പ് കുറ്റിയും കൊണ്ടുവന്ന് മെക്കാനിക്കും ചീഫും മാറി അതിലെ സ്പ്രേ അടിച്ച് തീയെല്ലാം അണയ്ക്കാണ്. എന്നിട്ട് ഇത് ഓടിച്ച ഡ്രൈവറെ നോക്കുമ്പോൾ കാണുന്നില്ല. ഇടിച്ച ഇടിയിൽ ഗ്ലാസും പൊട്ടിച്ച് ഡ്രൈവർ മറ്റൊരു കാറിന്റെ മണ്ടേ കിടപ്പുണ്ടാവും. ഭാഗ്യത്തിന് മരിച്ചിട്ടില്ല. മൊത്തം തീയിൽ പുകഞ്ഞൊരു ഗ്രിൽ ചിക്കൻ്റെ അവസ്ഥയായിട്ടുണ്ട്. നമ്മുടെ കാറാണെങ്കിൽ കൃത്യ എവിഡൻസുമായി പോലീസുകാരുടെ കൈ കിട്ടി. അങ്ങനെ ഹീറോയും ജൂലിയും കുറ്റക്കാരല്ല, കുറ്റം മൊത്തം ചെയ്തത് മറ്റു 2 പോലീസുകാരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ സ്റ്റൈലം പോലീസുകാരൻ അരൻസ്കി പോലീസുകാരനില്ലേ, അയാൾക്ക് ഇനി നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ സംഭവിച്ച കുറച്ച് പണവുമായി ഭാര്യയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് അയാൾ നാട് വിടുകയാണ്. അയാൾക്ക് വേണ്ടി ചീഫ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് കൊടുക്കും. ഒപ്പം നമ്മുടെ ഹീറോയെ റിലീസ് ചെയ്യാനുള്ള ഓർഡറും കൊടുക്കുന്നു. ജൂലിയാണ് അത് സന്തോഷത്തോടെ മേടിക്കുക. അത് കഴിഞ്ഞ് ചീഫ് പറയുന്നുണ്ട്, അവനങ്ങനെ വിടാൻ വരട്ടെ, നമുക്കവനെ വെച്ച് ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന്. ജൂലിയെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഹീറോ ആണെങ്കിൽ തൻ്റെ എല്ലാ പ്രയാസങ്ങളും കഴിഞ്ഞ് ഇപ്പോഴായിരിക്കും തൻ്റെ ആകെയുള്ള ഒരു കൂട്ടുകാരന് വിട പറയാൻ സമയം കിട്ടിയിരിക്കുന്നു. വേടം പോലീസിന്റെ കാറൊക്കെ അലങ്കരിച്ച് അയാളുടെ ഫോട്ടോയും വെച്ച് ഇവൻ കരഞ്ഞുകൊണ്ട് വിട പറയും. അവിടെ വെച്ച് ലോസ്റ്റ് ബുള്ളറ്റ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റിലൂടെ അറിയിക്കുക. ഇതിനടുത്ത 1-2 പാർട്ടുകളും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യാം. എന്താണ് വേണ്ടേ? ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Uru.